നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിക്കറ്റ് മൈതാനങ്ങളെ പ്രകമ്പനം കൊള്ളിക്കാൻ നീലക്കുപ്പായത്തിൽ അടുത്ത കൊടുങ്കാറ്റ് അഴിച്ചുവിടാൻ നമ്മുടെ സ്വന്തം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ഇതാ വീണ്ടും വരികയാണ്. ICC T20 ലോകകപ്പിൽ ഭാരതത്തിന്റെ കുപ്പായത്തിൽ അവിശ്വസനീയമായ ഹീറോയിസം കാണിച്ച് ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചതിനു ശേഷം സഞ്ജു പിന്നീട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടില്ല. ലോകകപ്പിലെ ആ മാന്ത്രിക പ്രകടനത്തിനു ശേഷം ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി IPLലും റൺസ് അടിച്ചുകൂട്ടിയ സഞ്ജു നിലവിൽ ചെറിയൊരു ബ്രേക്കിലായിരുന്നു. എന്നാൽ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ഈ മാസം അവസാനം സഞ്ജു സാംസൺ വീണ്ടും ടീം ഇന്ത്യക്കൊപ്പം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് കീഴിൽ ഈ മാസം അവസാനം നടക്കുന്ന അയർലൻഡ് പര്യടനത്തിലാണ് സഞ്ജു ഇനി പാഡണയുക. ഐറിഷ് മണ്ണിൽ ഇന്ത്യ 2 കടുത്ത T20 മത്സരങ്ങളാണ് കളിക്കുന്നത്. ഈ മാസം 26, 28 തീയതികളിലാണ് ആ ആവേശ പോരാട്ടങ്ങൾ. ഇപ്പോൾ മത്സരങ്ങളൊന്നുമില്ലാതെ വിശ്രമത്തിലാണെങ്കിലും അയർലൻഡിൽ ചെന്ന് അഴിഞ്ഞാടാനുള്ള വമ്പൻ പടയൊരുക്കം സഞ്ജു ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. UAEയിലെ ക്രിക്കറ്റ് ഗ്രൗണ്ടുകളിൽ സഞ്ജു നടത്തുന്ന നെറ്റ്സ് പരിശീലനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പരമ്പര സഞ്ജുവിന് അത്ര എളുപ്പമാകില്ല. ടീമിലേക്ക് കൗമാര വിസ്മയം വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവ് സൂര്യവംശിയുടെ എൻട്രി നടന്നിരിക്കുകയാണ്. വൈഭവും അഭിഷേക് ശർമ്മയും സഞ്ജുവും അടങ്ങുന്ന 3 ഓപ്പണർമാരാണ് ടീമിലുള്ളത്. 15-കാരനായ വൈഭവ് സൂര്യവംശിയുടെ വരവ് സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനത്തിന് ഭീഷണിയാകുമോ? അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് സഞ്ജുവിനെ ടീം മാനേജ്മെന്റ് പുറത്തിരുത്തുമോ? എന്താണ് UAEയിലെ സഞ്ജുവിന്റെ ഈ രഹസ്യ പരിശീലനത്തിനു പിന്നിൽ? സ്പോർട്സ് പിച്ചിന്റെ ഈ പ്രത്യേക മാസ് വിശകലനത്തിലേക്ക് സ്വാഗതം. സഞ്ജു സാംസൺ എന്ന കളിക്കാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ അദ്ദേഹം വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകൾക്കും പരമ്പരകൾക്കും മുൻപ് സ്വന്തം നിലയിൽ വലിയ രീതിയിലുള്ള പടയൊരുക്കങ്ങൾ നടത്താറുണ്ട് എന്നതാണ്. T20 ലോകകപ്പിന് മുൻപും നമ്മൾ ഇത് കണ്ടതാണ്. ആഭ്യന്തര ക്രിക്കറ്റിലെയും IPLലെയും തിരക്കുകളിൽ നിന്ന് മാറി സഞ്ജു എപ്പോഴും തിരഞ്ഞെടുക്കാറുള്ളത് UAEയിലെ ശാന്തമായ ക്രിക്കറ്റ് അക്കാദമികളാണ്. ഇത്തവണ അയർലൻഡ്, ഇംഗ്ലണ്ട് പര്യടനങ്ങൾ തൊട്ടുമുന്നിലെത്തി നിൽക്കെ സഞ്ജു വീണ്ടും UAEയിൽ ബാറ്റിംഗ് പരിശീലനം കടുപ്പിച്ചിരിക്കുകയാണ്. UAEയിലെ പ്രൊഫഷണൽ ക്രിക്കറ്ററും അവിടുത്തെ പ്രമുഖ ഫാസ്റ്റ് ബൗളറുമായ ഇബ്രാർ അഹമ്മദ് ദവാറിനെതിരെ സഞ്ജു നെറ്റ്സിൽ ബാറ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ദവാർ തന്നെയാണ്. സഞ്ജു സാംസണിന് വേണ്ടി വീണ്ടും എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് എന്ന കുറിപ്പോടെയാണ് UAE ക്രിക്കറ്റർ മലയാളി താരത്തിനൊപ്പമുള്ള വീഡിയോ പുറത്തുവിട്ടത്. അന്താരാഷ്ട്ര തലത്തിലുള്ള മികച്ച പേസ് ബോളർമാരെ നേരിടുന്നതിന് തുല്യമായ രീതിയിൽ 140+ വേഗതയിൽ പന്തെറിയുന്ന ദവാറിനെതിരെ സഞ്ജു തന്റെ ഐക്കോണിക് ഷോട്ടുകൾ കളിക്കുന്ന ചിത്രങ്ങളും നെറ്റ്സ് വിഷ്വലുകളും ആരാധകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. IPLന് ശേഷമുള്ള ചെറിയൊരു ബ്രേക്ക് തന്റെ ബാറ്റിംഗ് ടൈമിങ്ങിനെയോ ഫോമിനെയോ ഒരു തരത്തിലും ബാധിക്കാതിരിക്കാൻ സഞ്ജു എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നു എന്നതിന്റെ തെളിവാണിത്. ഈ വർഷം നടന്ന ICC T20 ലോകകപ്പിൽ സഞ്ജു സാംസൺ കാട്ടിയ മാജിക് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിന്റെ ഭാഗമാണ്. ടൂർണമെന്റിലുടനീളം കനത്ത സമ്മർദ്ദഘട്ടങ്ങളിൽ ഇന്ത്യയുടെ രക്ഷകനായി അവതരിച്ച് 321 റൺസോടെ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ആയതും ഒടുവിൽ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും സഞ്ജുവായിരുന്നു. ആ ലോകകപ്പ് ഹീറോയിസത്തിന് ശേഷം ലഭിച്ച വലിയൊരു ബ്രേക്കിന് ശേഷമാണ് സഞ്ജു വീണ്ടും വരുന്നത്. അയർലൻഡിൽ നടക്കുന്ന T20 പരമ്പര സഞ്ജുവിനെ സംബന്ധിച്ച് കേവലം 2 മത്സരങ്ങൾ മാത്രമല്ല, ലോകകപ്പിലെ ആ അവിശ്വസനീയ ഫോം വരാനിരിക്കുന്ന പരമ്പരകളിലും ആവർത്തിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. അതിനപ്പുറം സഞ്ജുവിന്റെ മനസ്സിൽ വലിയൊരു സ്വപ്നമുണ്ട്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ICC ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കുക എന്നത്. ഏകദിന ക്രിക്കറ്റിൽ സഞ്ജുവിന് നിലവിൽ 56 മുകളിൽ ബാറ്റിംഗ് ആവറേജ് ഉണ്ട്. എന്നാൽ T20 ഫോർമാറ്റിലെ തന്റെ അപ്രമാദിത്വം തുടർച്ചയായി നിലനിർത്തിയാൽ മാത്രമേ ഏകദിന ടീമിലും സെലക്ടർമാർക്ക് അദ്ദേഹത്തെ അവഗണിക്കാൻ കഴിയാതെ വരൂ. മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ തന്ത്രങ്ങളിൽ സഞ്ജുവിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അയർലൻഡിനെതിരെ പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് കീഴിൽ ഇറങ്ങുമ്പോൾ സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് മറ്റൊരു അഴിഞ്ഞാട്ടം തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.
ഇനി നമുക്ക് ഈ പരമ്പരയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയത്തിലേക്ക് കടക്കാം. അയർലൻഡ് പര്യടനത്തിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വലിയൊരു മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഒരു വശത്ത് ലോകകപ്പിലെ ഇന്ത്യയുടെ വിശ്വസ്തനായ ഓപ്പണർ സഞ്ജു സാംസൺ, മറുഭാഗത്ത് പവർ പ്ലേകളിൽ സിക്സറുകളുടെ പൂരമൊരുക്കുന്ന ഇടം കയ്യൻ വെടിക്കെട്ട് ബാറ്റർ അഭിഷേക് ശർമ്മ. എന്നാൽ ഇവർക്കിടയിലേക്ക് മൂന്നാമനായി കടന്നു വന്നിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും പുതിയ കൗമാര വിസ്മയമായ വൈഭവ് സൂര്യവംശിയാണ്. ഓപ്പണർമാർ പ്രത്യേകത: IPL അന്താരാഷ്ട്ര പദവി. സഞ്ജു സാംസൺ വലം കയ്യൻ, വിക്കറ്റ് കീപ്പർ, ലോകകപ്പ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്. അഭിഷേക് ശർമ്മ ഇടം കയ്യൻ, അഗ്രസീവ് ബാറ്റർ, പവർ പ്ലേ സ്പെഷ്യലിസ്റ്റ്. വൈഭവ് സൂര്യവംശി 15-കാരൻ, ഇടം കയ്യൻ സെൻസേഷൻ. ആദ്യമായി സീനിയർ ടീമിൽ ഈ പരമ്പരയിൽ 3 സ്പെഷ്യലിസ്റ്റ് ഓപ്പണർമാർ ടീമിന്റെ ഭാഗമാണ്. പുതിയ ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർക്കും കോച്ചിനും പ്ലേയിങ് 11 തിരഞ്ഞെടുക്കുക എന്നത് വലിയൊരു തലവേദനയായി മാറും. ജയ്സ്വാളിന്റെ അഭാവത്തിൽ സഞ്ജുവും അഭിഷേകും ചേർന്ന് ഓപ്പൺ ചെയ്യുമെന്നാണ് ഭൂരിഭാഗം ആരാധകരും കരുതുന്നത്. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവ് സൂര്യവംശി BCCI സീനിയർ ടീമിലേക്ക് വിളിപ്പുറം നൽകിയത് ഇന്ത്യൻ ക്രിക്കറ്റിലെ അത്യപൂർവമായ സംഭവങ്ങളിലൊന്നാണ്. IPLൽ രാജസ്ഥാൻ റോയൽസിനും മറ്റ് ആഭ്യന്തര മത്സരങ്ങളിലും താരം കാഴ്ചവെച്ച മാജിക്കൽ പ്രകടനമാണ് വൈഭവിന് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇന്ത്യൻ ജേഴ്സിയിലേക്ക് വഴി തുറന്നത്. ഭാവിയിലെ വലിയൊരു സൂപ്പർ താരമായിട്ടാണ് സെലക്ടർമാർ വൈഭവിനെ കാണുന്നത്. അയർലൻഡിനെതിരെയുള്ള പരമ്പരയിൽ ഇന്ത്യൻ സീനിയർ ടീമിനായി വൈഭവ് സൂര്യവംശി അരങ്ങേറ്റം കുറിച്ചാൽ ഓപ്പണിംഗ് നിരയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ സ്ഥാനം വിട്ടുകൊടുക്കേണ്ടി വരും. അവിടെയാണ് സഞ്ജു ആരാധകരുടെ നെഞ്ചെടുപ്പ് കൂടുന്നത്. അഭിഷേക് ശർമ്മ ടീമിലെ ഒരു പ്യുവർ ഓപ്പണിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. കൂടാതെ അദ്ദേഹം ഒരു ഇടംകയ്യൻ ബാറ്ററുമാണ്. വൈഭവ് സൂര്യവംശിയും ഇടംകയ്യൻ ബാറ്ററാണ്. ടീമിൽ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ കൊണ്ടുവരാൻ മാനേജ്മെന്റ് ശ്രമിച്ചാൽ വലം കയ്യനായ സഞ്ജുവും ഇടംകയ്യനായ വൈഭവും ചേർന്ന് ഓപ്പൺ ചെയ്യും. അങ്ങനെയെങ്കിൽ അഭിഷേക് പുറത്താകും. എന്നാൽ അഭിഷേക് ശർമ്മയെ മാറ്റാൻ ടീം തയ്യാറായില്ലെങ്കിൽ സഞ്ജു സാംസണെ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ പ്ലേയിങ് 11-ൽ നിന്ന് തന്നെ പുറത്തിരുത്തുകയോ ചെയ്യേണ്ടി വരും. അഭിഷേകിന്റെ ഓപ്പണിംഗ് ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ സഞ്ജുവിനായിരിക്കും സ്ഥാനം നഷ്ടപ്പെടാൻ കൂടുതൽ സാധ്യതയെന്ന തരത്തിലുള്ള ക്രിക്കറ്റ് നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ സഞ്ജു ആരാധകരെ കടുത്ത നിരാശയിലാക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഒരു കാര്യം മറക്കരുത്, സഞ്ജു സാംസൺ വെറുമൊരു കളിക്കാരനല്ല, നിലവിലെ ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ താരങ്ങളിൽ ഒരാളായ സഞ്ജുവിനെ അത്ര എളുപ്പത്തിൽ പ്ലേയിങ് 11-ൽ നിന്ന് മാറ്റാൻ പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് സാധിക്കില്ല. സഞ്ജുവിന് വിക്കറ്റ് കീപ്പർ, ബാറ്റർ എന്ന അഡീഷണൽ യോഗ്യത കൂടിയുണ്ട്. UAEയിൽ സഞ്ജു നടത്തുന്ന ഈ കടുത്ത പടയൊരുക്കം വെറുതെയാകില്ല എന്ന് ആരാധകർക്കുറപ്പാണ്. വൈഭവ് സൂര്യവംശി ടീമിലേക്ക് വന്നാലും ഇല്ലെങ്കിലും സഞ്ജുവിന് അവസരം ലഭിച്ചാൽ ഐറിഷ് മണ്ണിൽ റൺമല തീർക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. തന്റെ ബാറ്റിംഗ് പൊസിഷൻ ഓപ്പണിംഗിലോ അല്ലെങ്കിൽ മധ്യനിരയിലോ എവിടെയായാലും ടീമിന് വേണ്ടി മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകൾ കളിക്കുക എന്ന ഒരൊറ്റ ചിന്ത മാത്രമാണ് സഞ്ജുവിനുള്ളത്. പണ്ഡിറ്റുകളുടെ പ്രവചനങ്ങളെയും ടീമിലെ ആഭ്യന്തര മത്സരങ്ങളെയും തന്റെ പവർ ഹിറ്റിംഗ് കൊണ്ട് തച്ചുടയ്ക്കാൻ UAEയിലെ ചൂടിൽ വിയർപ്പൊഴുക്കുന്ന സഞ്ജുവിന് സാധിക്കുമെന്ന് തന്നെയാണ് മലയാളി ക്രിക്കറ്റ് ലോകം വിശ്വസിക്കുന്നത്. അയർലൻഡിനെതിരെയുള്ള 2020 പരമ്പരയിൽ സഞ്ജു സാംസണിന്റെ ബാറ്റിൽ നിന്ന് വീണ്ടും ഒരു റൺവേട്ട കാണാൻ നമുക്ക് കാത്തിരിക്കാം. 15-കാരൻ വൈഭവ് സൂര്യവംശിയുടെ വരവിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? സഞ്ജുവും അഭിഷേക് ശർമ്മയും തന്നെയാണോ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യേണ്ടത്, അതോ വൈഭവിന് അവസരം നൽകണോ? നിങ്ങളുടെ ആവേശം നിറഞ്ഞ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇത്തരം ചൂടുപിടിച്ച വാർത്തകളും സഞ്ജുവിന്റെ കരിയറിലെ സുപ്രധാന വിശകലനങ്ങളും ഒട്ടും വൈകാതെ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ അപ്ഡേറ്റുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.